അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തുൻ നിസായിലെ 3 വരെയുള്ള വചനങ്ങളാണ് നാം ഇന്നലെ വരെ അർത്ഥം വെക്കുകയും പഠിക്കുകയും ചെയ്തത്. ഇൻഷാ അല്ലാഹ് തുടർന്നങ്ങോട്ട് നമുക്ക് ബാക്കിയുള്ള ആയത്തുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അതൊരു സ്വാലിഹായ അമലായി കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 4-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വആതുൻ നിസാഅ صدقاتهن نحلة فإن طبن لكم عن شيء منه نفسا فكلوه هنيئا مريئا. 4-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുന്നു സ്ത്രീകളുടെ മഹർ, അതായത് വിവാഹമൂല്യം. സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യങ്ങൾ, അതായത് മഹർ, നിങ്ങൾ ഒരു സമ്മാനമെന്നോണം മനസംതൃപ്തിയോടെ നൽകുക. ഇനി അതിൽ നിന്ന് എന്തെങ്കിലും അവർ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് വിട്ടുതരികയാണെങ്കിൽ അത് നിങ്ങൾ സന്തോഷപൂർവം സുഖകരമായി ഭക്ഷിച്ചുകൊള്ളുക. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇസ്ലാമിന് മുമ്പ് മഹർ സ്ത്രീകളുടെ രക്ഷിതാക്കൾ വാങ്ങിയെടുക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അത് നിഷേധിക്കുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ മഹർ എന്നത് സ്ത്രീകളുടെ മാത്രം അവകാശമാണെന്ന് ഈ വചനം വ്യക്തമാക്കുന്നു. നിർബന്ധപൂർവമോ മടിയോടെയോ അല്ല, മറിച്ച് സന്തോഷത്തോടെ വേണം മഹർ നൽകാൻ. ഭർത്താവിൻ്റെ പീഡനം മൂലമോ നിർബന്ധം മൂലമോ അല്ലാതെ പൂർണ്ണ മനസ്സോടെ ഭാര്യ മഹറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഭർത്താവിന് നൽകിയാൽ അത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. അടുത്തതായി 5-ാമത്തെ ആയത്ത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. وَلَا تُؤْتُوا السُّفَهَاءَ أَمْوَالَكُمُ الَّتِي جَعَلَ اللَّهُ لَكُمْ قِيَامًا وَارْزُقُوهُمْ فِيهَا وَاكْسُوهُمْ وَقُولُوا لَهُمْ قَوْلًا مَعْرُوفًا. എന്താണ് 5-ാമത്തെ ആയത്ത്? നിങ്ങളുടെ ജീവനാധാരമായി അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ കൈവശമുള്ള അനാഥകളുടെ സ്വത്തുക്കൾ ബുദ്ധിഹീനരായ അവിവേഹികൾ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. അതായത് നമ്മുടെ കയ്യിൽ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള നിങ്ങളുടെ കൈവശമുള്ള അനാഥകളുടെ സ്വത്തുക്കള് ബുദ്ധിഹീനരായ അവിവേഹികൾക്ക് നിങ്ങൾ വിട്ടുകൊടുക്കരുത്. എന്നാൽ അതിൽ നിന്ന് അവർക്ക് നിങ്ങൾ ആഹാരവും വസ്ത്രവും നൽകുകയും അവരോട് മര്യാദയുള്ള വാക്ക് പറയുകയും ചെയ്യണം. സ്വത്ത് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയില്ലാത്തവർക്ക്, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ, മാനസിക വളർച്ചയില്ലാത്തവർ സ്വത്ത് നേരിട്ട് നൽകിയാൽ അവർ അത് ദുരുപയോഗം ചെയ്ത് നശിപ്പിച്ചു കളയും. അതിനാൽ സംരക്ഷകർ അത് കാത്തു സൂക്ഷിക്കണം. സ്വത്ത് കൊടുത്തില്ലെങ്കിലും അവരുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനുമുള്ള ചിലവുകൾ ആ സ്വത്തിൽ നിന്ന് തന്നെ സംരക്ഷകർ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ സ്വത്ത് നൽകാത്തതിൽ അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ സ്നേഹത്തോടെയും മര്യാദയോടും അവരോട് സംസാരിക്കണം. അടുത്തതായി 6-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ചു നോക്കാം. وَابْتَلُوا الْيَتَامَى حَتَّى إِذَا بَلَغُوا النِّكَاحَ فَإِنْ آنَسْتُمْ مِنْهُمْ رُشْدًا فادفعوا إليهم أموالهم ولا تأكلوها إسرافا وبدارا أن يكبروا ومن كان غنيا فليستعفف ومن كان فقيرا فليأكل بالمعروف فإذا دفعتم إليهم أموالهم فاشهدوا عليهم وكفى بالله حسيبا. 6-ാമത്തെ ആയത്തിലൂടെ
അനാഥകളുടെ പ്രായപൂർത്തിയും കാര്യപ്രാപ്തിയും, അതായത് വിവേകം പരീക്ഷിച്ച് ബോധ്യപ്പെട്ട ശേഷം അവരുടെ സ്വത്ത് കൈമാറണമെന്നും അതിനു മുമ്പ് ധൂർത്തടിച്ച് നശിപ്പിക്കരുതെന്നും നിർദ്ദേശിക്കുന്നു. സംരക്ഷകർക്ക് ന്യായമായ അളവിൽ പ്രതിഫലം എടുക്കാമെങ്കിലും അനാഥകളുടെ സ്വത്ത് കൈമാറുമ്പോൾ സാക്ഷികളെ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇതാണ് സുഹൃത്തുക്കളെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ. അല്ലാഹു തആല ഇത് മനസ്സിലാക്കാനും ഇതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തികമാക്കാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.